നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ അകലാട് സ്വദേശിയായ യുവാവ് മരിച്ചത് കാട്ടിലപ്പള്ളി മഹളറയ്ക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബ്. തൊഴിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാൾ ആഘോഷം ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിലെ പ്രധാന തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ അകലാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കാട്ടിലപ്പള്ളി മഹളറയ്ക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9:45 പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. ഷിഹാബ് സഞ്ചരിച്ചിരുന്ന ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഗുരുവായൂർ തൊഴിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. തൊഴിയൂർ ICA കോളേജിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു അപകടം. തല വൈദ്യുതി പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ദിൽഷാദിനെ ഉടൻ തന്നെ തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിലായി ഭക്തിനിർഭരമായ ചടങ്ങോടുകൂടിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാളിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഏപ്രിൽ 10 തിരുനാൾ കൊടിയേറിയതു മുതൽ നടന്നുവരുന്ന നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപത ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും തുടർന്ന് പ്രസ്തേന്തി വാഴ്ചയും നടക്കും. തുടർന്ന് തീർത്ഥകേന്ദ്രം ദീപാലങ്കാരം, നീലപ്പന്തൽ ദീപാലങ്കാരം എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ B. സുരേഷ് നിർവഹിക്കും. വൈകിട്ട് 7:30 മെഗാ മ്യൂസിക് ബാൻഡ് അരങ്ങേറും. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വൈകിട്ട് 5 മണിക്ക് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണം, കുർബാന, തിരുനാൾ നേർച്ചൂട്ടിന്റെ ആശീർവാദവും ഉണ്ടാകും. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേര് മത്സരവും ബാൻഡ് വാദ്യ മത്സരവും നടക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30, 7, 8:30 വൈകിട്ട് 4 മണിക്കും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10:30 ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഡോക്ടർ ഫ്രാൻസിസ് എലവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ സഹകാർമ്മികനാകും. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തേട്ടൽ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയെ തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. രാത്രി 9 മണിയോടെ കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ, മെഗാ ബാൻഡ് മേളം എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ജലന്ധർ രൂപത ബിഷപ്പ് എമിറേറ്റ്സ് മാർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാനയും സമർപ്പിത സംഗമവും നടക്കും. വൈകിട്ട് 7 നാടകാവതരണവും ഉണ്ടാകും. ചൊവ്വാഴ്ച പ്രവാസി കൂട്ടായ്മയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെലിബ്രിറ്റി ഗാനമേളയുണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് 1-ാം കനകക്കുന്ന് തീർത്ഥാടനവും ഏപ്രിൽ 13, 14, 15 തീയതികളിലായി 2-ാം കനകക്കുന്ന് ബൈബിൾ കൺവെൻഷനും നടന്നിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് തീർത്ഥകേന്ദ്രം ഓഡിറ്റോറിയത്തിൽ ഇടവക അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. തിരുനാളിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റിലൂടെ ക്രിസ് ഗോൾഡ് പെൻഷൻ, ക്രിസ് ഹോം, ക്രിസ് ലൈഫ് എന്നീ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കുട്ടികളുടെ അരങ്ങേറ്റമുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ചയിലുള്ള യൂണിറ്റുകളിൽ നിന്ന് കിരീടവും തേരും ഇവിടേക്ക് വരുന്നു. അവരുടെ മത്സരമുണ്ട്, തേര് മത്സരം, ബാൻഡ് മത്സരം, അതുപോലെ ഒരു ചെണ്ടമേളം ഒരുമിച്ച് ഉള്ള മത്സരമല്ല, എല്ലാ ചെണ്ട ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ച് ഒരു അവതരണം
ബാൻഡ് എല്ലാ ടീമുകളും ഒരുമിച്ചുള്ള പ്രകടനം ഞായറാഴ്ച കുർബാനകളും ക്രമീകരണങ്ങളും കാണും. മറ്റം തീർത്ഥകേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, കൈക്കാരൻ ഷാജ് കെ സൈമൺ, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, പബ്ലിസിറ്റി കൺവീനർ MJ സുബിൻ, PRO PT സേവി എന്നിവർ സംബന്ധിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം ഈ മാസം 18-ന് ആരംഭിക്കും. മേടമാസത്തിലെ അമാവാസ്യയ്ക്ക് ശേഷമുള്ള പ്രഥമ മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസമാണ് വൈശാഖ മാസം. മെയ് 15-നാണ് വൈശാഖ സമാപനം. ദാനധർമ്മങ്ങൾക്കും വിഷ്ണു ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യമുള്ള വൈശാഖത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വൻ തിരക്കാണ് ദൃശ്യമാവുക. പ്രവാസികളായ മലയാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും ഏറ്റവും അധികം എത്തിച്ചേരുന്നത് വൈശാഖത്തിലാണ്. മേൽപ്പത്തൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയങ്ങളിൽ നൃത്ത അരങ്ങേറ്റങ്ങൾ ഏറ്റവും അധികം നടക്കുന്നതും ഈ സമയത്താണ്. ഇതിലേറെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടേതാണ്. വൈശാഖ മാസാരംഭ ദിനത്തിൽ ഗുരുവായൂർ ദേവസ്വം വകയായി അഷ്ടപതി സംഗീതോത്സവം രാവിലെ മുതൽ രാത്രി വരെ നടക്കും. വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയ 19-ാം തീയതിയാണ്. ക്ഷേത്രം കഴകക്കാരുടെ വകയായി ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, 2 നേരം മേളത്തോടെ കാഴ്ചശീവേലി വിളക്കും ഉണ്ടാകും. ശ്രീശങ്കര ജയന്തി 21-നും നരസിംഹ ജയന്തി 30-നുമാണ്. വൈശാഖ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോ ചടങ്ങുകളോ പതിവില്ല. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് വിദ്യാർത്ഥികൾ ഉന്നത വിജയം സ്വന്തമാക്കി. പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചതോടൊപ്പം തന്നെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആഗ്നസ് MA 500-ൽ 499 മാർക്ക് നേടി സ്കൂൾ ടോപ്പ് സ്കോററായി. പരീക്ഷ എഴുതിയ 89 വിദ്യാർത്ഥികളിൽ 56 പേരും 90%-ലധികം മാർക്ക് കരസ്ഥമാക്കി. ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI അഭിനന്ദിച്ചു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ മാർഗനിർദ്ദേശവും ചിട്ടയായ പഠന പദ്ധതികളും മാതാപിതാക്കളുടെ പ്രോത്സാഹനവുമാണ് അഭിമാനകരമായ നേട്ടത്തിന് കാരണമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഭൗതികമായ ധീഷ്ണപരതയുള്ള വ്യായാമം നല്ല രീതിയിൽ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയെന്ന് പ്രമുഖ സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ. പുന്നൂർക്കുളം ചെറായി ക്രിയേറ്റീവ് കലാ സാംസ്കാരിക വേദി വായനശാല 28ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലച്ചോറിന് വ്യായാമം ചെയ്യണമെങ്കിൽ അത് പുസ്തക വായനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വായനയുടെ അനുഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് നാം മാറണം. ഇന്റർനെറ്റിന്റെ മായിക ലോകം മാത്രമല്ല, അനുഭവങ്ങളുടെ സത്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആന്തരികമായ അനുഭൂതി മനുഷ്യനെ അനുഭവവേദ്യമാവുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുദ്ധിയുടെ വ്യായാമം കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഏതൊരു മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് തൊഴിൽ രംഗത്താണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഈ തലച്ചോറിനുള്ള വ്യായാമമാണ് പുസ്തക വായനയിലൂടെ സംഭവിക്കുന്നത്. പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ കുറെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെയാണ് കാണുന്നത്. പക്ഷേ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ മുമ്പിലേക്ക് കാണുമ്പോൾ അത് അർത്ഥമാക്കുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തലകശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വായനശാല സെക്രട്ടറി M റാണ പ്രതാപ്, സെക്രട്ടറി VG വിഷ്ണു, MS ശരത്ത്, P സുനിൽകുമാർ, പ്രവ്യ പ്രബിൻ, MM ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും അമ്പെയ്ത്ത് മത്സരത്തിൽ ജില്ലയിൽ നിന്ന് വിജയിച്ച് സംസ്ഥാന തലത്തിൽ മത്സരിച്ച കുട്ടികളെയും അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി. K നീതു, MH ആനന്ദ്, നിതുൽ കൃഷ്ണ, നിതിൻ കൃഷ്ണ, MG രാജേഷ്, CA വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഘോഷ പരിപാടിയുടെ 2ാം ദിവസം ഘോഷയാത്രയും രാത്രി കൊച്ചിൻ നവദർശനയുടെ ഗാനമേളയും അരങ്ങേറും. കടകമ്പാൽ ചെറിയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. CPM പ്രവർത്തകൻ ചെറിയൻകാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10:30-ഓടെ ചെറിയൻകാട് സെന്ററിലായിരുന്നു സംഭവം. അമ്പലപ്പറമ്പിലെ വീരനാട്യം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ചെറിയൻകാട് സെന്ററിൽ വെച്ച് വാക്കുതർക്കമുണ്ടാവുകയും അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘടനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ അഭിജിത്തിന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ കാശിനാഥിനെയും ബിന്ദുവിനെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്.
KP വത്സരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവർ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പാഠം പഠിച്ചില്ലെന്നും ഇപ്പോഴും നടത്തുന്ന നുണപ്രചരണങ്ങൾക്കുള്ള ജനങ്ങളുടെ വിധി മെയ് 4-ന് അറിയാനാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. KP വത്സരൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അകലാട് ഒറ്റൈനിയിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 8 മണിക്ക് വത്സരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NK അക്ബർ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M കൃഷ്ണദാസ്, C സുമേഷ്, ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. TV സുരേന്ദ്രൻ സ്വാഗതവും MA വഹാബ് നന്ദിയും പറഞ്ഞു. വത്സലിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തവരിൽ ആ ബുദ്ധി കേന്ദ്രങ്ങളിൽ ചിലർ ഇപ്പോൾ CPIM-നെ ആക്ഷേപിക്കാൻ, വത്സലിന്റെ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാനെല്ലാം തുനിഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ കൊലപാതകം ഉണ്ടായത്? ഈ ജില്ലയിലെ, ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകനെ നിഷ്ഠൂരമായി വധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പറയാതെ ആ ആക്രമണം നേരിട്ട, നഷ്ടം നേരിട്ട പ്രസ്ഥാനത്തെ അപഹസിക്കാൻ വേണ്ടി നടന്ന ഏറ്റവും നികൃഷ്ടമായ ഗൂഢാലോചനയെ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2006-ൽ വത്സലിനെ കൊലപ്പെടുത്തിയതിലൂടെ CPIM-നെയും ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ 20 വർഷം കഴിഞ്ഞിട്ടും പഠിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിൽ ഉയരുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഏപ്രിൽ 16-ന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കൊല്ലം, ഇടുക്കി, പാലക്കാട് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇതുകൂടാതെ കളമശ്ശേരി, എറണാകുളം, ഒല്ലൂർ, തൃശൂർ, പൊന്നാനി, മലപ്പുറം എന്നിവിടങ്ങളിൽ UV സൂചിക 7 രേഖപ്പെടുത്തി. ഇവിടെ മഞ്ഞ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 ആണ്. UV സൂചിക ഉയർന്നത് സൂര്യതാപം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ കരവിരുതിന്റെ ശില്പനിർമ്മാണത്തിൽ പ്രസിദ്ധമാണ് കുറുക്കൻപാറ. ശില്പകലയുടെ ഹൃദയഭൂമിയായ ഇവിടെ പാരമ്പര്യവും പ്രാവീണ്യവും ചേർത്താണ് ശില്പചാരുത സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യങ്ങളിൽ കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും കുറുക്കൻപാറയിലെ ശില്പങ്ങളുടെ പ്രാധാന്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൂടുതലായും ശില്പങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത്. ദേവപ്രതിമകളിൽ നിന്നും ആധുനിക അലങ്കാര ശില്പങ്ങളിലേക്കും വൈവിധ്യമാർന്ന സൃഷ്ടികളിലേക്കും തൊഴിലാളികൾ തങ്ങളുടെ കരവിരുതിന്റെ മനോഹാരിത കുത്തിവെക്കുകയാണ്. പ്രാദേശിക വിപണികളിൽ മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. തൃശൂർ, ചാലക്കുടി, വെള്ളറക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ശില്പകലയ്ക്ക് ആവശ്യമായ ശിലകൾ കൂടുതലായും കൊണ്ടുവരുന്നത്. പണ്ടുകാലത്ത് മൂർച്ചയേറിയ പരുക്കൻ ശിലകളാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ പാകപ്പെടുത്തിയ മിനുസമുള്ള ശിലകളാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് തൊഴിലാളികൾക്ക് ശില്പനിർമ്മാണത്തിന്റെ ബുദ്ധിമുട്ടും കുറയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു വർക്ക് തീരാൻ എത്രത്തോളം പെട്ടെന്ന് അതേസമയം മെഷീനുകളുടെ പ്രാബല്യം വളർന്നതോടെ കൊത്തുപണികൾ കൂടുതൽ സുഗമമായി. എന്നാൽ ഇതിൽ നിന്നും ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നതും തൊഴിലാളികൾക്ക് പ്രതിസന്ധിയാണ്. മൂലവസ്തുക്കളുടെ ഉയർന്ന വിലയും ആധുനിക വിപണിയിലെ കടുത്ത മത്സരവും ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ വേറെയും. എന്നിരുന്നാലും തങ്ങളുടെ ഉപജീവനവും കലാ അഭിരുചിയും എന്നും നെഞ്ചോട് ചേർത്ത് ഈ തൊഴിലിൽ തന്നെ തുടരാനാണ് ഈ കലാകാരന്മാർക്ക് താല്പര്യം. ഇപ്പൊ ആദ്യകാലങ്ങളിലാണ് അത് ഇപ്പോഴും മാറ്റം വന്നിട്ടുണ്ട് വാങ്ങാൻ. പണ്ട് കാലത്ത് ഇവിടെ ശരിക്കും ഞാൻ പണി പഠിക്കുന്ന കാലത്ത് ഇവിടെ അമ്മി വരല് അങ്ങനെയുള്ള വർക്കുകളുള്ളൂ. ഇപ്പോഴാണ് ഈ
അപ്പോൾ കുറച്ച് പിന്നെ എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വന്ന കൂടിയിട്ട് ഈ കുറച്ച് ആൾക്കാർ ശില്പപ്പണി പഠിച്ചു. ഇവിടുന്ന് മാറിനെ കൊടുക്കുന്നവരുടെ പണിയില്ല പണ്ടത്തെ ആൾക്കാർ. കാലം മാറിയാലും ആധുനിക സാങ്കേതികവിദ്യ വിപണി കൈയടക്കിയാലും കലയുടെ ആത്മാവ് നിലനിൽക്കും എന്നുറപ്പിച്ച് കുറുക്കൻപാറയിലെ ശില്പികൾ കലാസൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇതിലിപ്പോ നഷ്ടം ലാഭം അങ്ങനെ വല്ല മുന്നത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ലാഭമാണോ അതോ നഷ്ടമാണോ? ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. മലപ്പുറം സ്വദേശികളായ കൊട്ടാരപ്പറമ്പിൽ ഷൗക്കത്ത് അലി, ഭാര്യ മുബീന, മക്കളായ ഫാത്തിമ ജന്ന, മൊഹലിഫ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് ഇന്ന് പുലർച്ചെ 1:35 അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 14,260 രൂപയായി. ഗ്രാമിന് ഇന്നലത്തെ വിലയിൽ നിന്ന് 20 രൂപയാണ് വർദ്ധിച്ചത്. പവന് 160 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,14,080 രൂപയിലെത്തി. ഓൾ ഇന്ത്യ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകളാണ് ഇത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിൽ മാറ്റമില്ല. വെള്ളി ഗ്രാമിന് 270 രൂപയും 10 ഗ്രാമിന് 2,700 രൂപയുമാണ് ഇന്നത്തെ വില. തിച്ചൂർ കാവുങ്ങൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാര സമർപ്പണം ഏപ്രിൽ 18-ന് വൈകിട്ട് 5:15 മുതൽ തിച്ചൂർ അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥകളിയുടെ ഈറ്റില്ലം എന്നാണ് കാവുങ്ങൽ കളരിയെ വിശേഷിപ്പിക്കുന്നത്. ലോകപ്രശസ്തരായ നിരവധി കഥകളി കലാകാരന്മാരെയും ആചാര്യന്മാരെയും വാർത്തെടുത്തത് ഈ കളരിയിലാണ്. കഥകളിയുടെ ഉറവിടം തേടി ചരിത്രാന്വേഷികൾ എത്തിച്ചേരുന്ന കാവുങ്ങൽ കളരി വീണ്ടും സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് കാവുങ്ങൽ തറവാട്ടിലെ പ്രശസ്ത കഥകളി ആചാര്യന്മാരായ കാവുങ്ങൽ വലിയ ശങ്കരപ്പണിക്കർ, കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ, പത്മശ്രീ കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ എന്നിവരുടെ പേരിൽ സ്മരണാഞ്ജലി പുരസ്കാരം നൽകുന്നത്. സദനം കറ്റശ്ശേരി രാമൻകുട്ടി നായർ, സദനം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഇനി അടുത്ത ഈ പരമ്പര നിലനിൽക്കണം. അതായത് കാവുങ്ങൽ പാരമ്പര്യം, കാവുങ്ങൽ പെരുമ, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയ ലക്ഷ്യമാണ്. പിന്നെ ആശാൻ കഥകളിയിൽ അതിനെ തുടർന്നിട്ട് ഇവരെ അഭ്യസിപ്പിക്കുകയും പിന്നെ ചൊല്ലിയാട്ടം നടത്തുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ അടുത്തുണ്ട്. ആ ചൊല്ലിയാട്ടം ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയതാണ് പ്രാക്ടീസ്. അപ്പൊ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കളരിയില് നമ്മളുടെ ആ ഒരു കഥകളിയുടെ കാലൊച്ച മുടങ്ങി എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. തുടർന്ന് കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം മേജർ സെറ്റ് കഥകളി നടക്കും. അശ്വതി ഉണ്ണികൃഷ്ണനും ദേവിക രാജേഷും അവതരിപ്പിക്കുന്ന ഗീതോപദേശവും ചടങ്ങിലുണ്ടാകും. പ്രശസ്ത എഴുത്തുകാരൻ കലാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കര പണിക്കർ, സെക്രട്ടറി അരവിന്ദാക്ഷ പണിക്കർ, വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ, മെമ്പർ കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചെമ്പൂക്കാവിൽ കാർ അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ചെമ്പൂക്കാവ് KSFക്ക് മുൻവശം നിയന്ത്രണം വിട്ട മഹേന്ദ്ര താറും MG കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയുമായിരുന്നു. തുടർന്ന് MG കാർ തലകീഴായി മറിഞ്ഞു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരം വാമനപുരം സ്വദേശികളുടെ മഹേന്ദ്ര താറും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന MG കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തലകീഴായി മറിഞ്ഞ വാഹനം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. ചാവക്കാട് ഖുർആൻ സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന തഖ്ദീസ് സമ്മർ വെക്കേഷൻ ക്യാമ്പ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ തഖ്ദീസ് സമ്മർ വെക്കേഷൻ ക്യാമ്പ് ആദ്യ ദിനത്തെ പ്രവർത്തനങ്ങൾ പ്രമുഖ എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉദ്ഘാടനം ചെയ്തു. ചുറ്റുപാടുകളെ സർഗാത്മകമായി പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക കാലത്ത് മാനവിക വിഷയങ്ങൾക്ക് കൂടി സമൂഹം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മികച്ച സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുമെന്നും ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് കൂട്ടിച്ചേർത്തു. ഖുർആൻ സ്റ്റഡീസ് സെന്റർ ജനറൽ കൺവീനർ TK അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ ജോസഫ് വയനാട് ക്യാമ്പിന് നേതൃത്വം നൽകി. ഹാഫിസ് പാരിസ് മംനൂൻ ഫൈസി ലക്ഷദ്വീപ്, മുഹമ്മദ് ഫായിസ്, അസ്ഹർ വാഫി ബ്രഹ്മകുളം എന്നിവർ സംസാരിച്ചു. ബിലാൽ വാഫി സ്വാഗതവും സൈനുദ്ദീൻ വാഫി നന്ദിയും പറഞ്ഞു. ഏപ്രിൽ 18 മുതൽ 26 വരെയുള്ള ക്യാമ്പുകളിൽ എഞ്ചിനീയർ മൂസ നവാസ്, ഹൈദരാലി വാഫി ഇരിങ്ങാട്ടിരി, ബിഷർ KC, ആസിഫ് ദാരിമി പുളിക്കൽ, അൻവർ സാദിഖ് MP,
മുനീർ ഹുദവി വിളയൽ, അബ്ദുള്ള സലീം ബാഫി, ഡോക്ടർ ബാസിം ഗസാലി, PA ഷമീർ ഹുദവി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകും. പുന്നൂർക്കുളം ഉപ്പുങ്ങൽ പാലക്കൽ പെൺകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റിഫ റാത്തീബ് നടത്തി. രാവിലെ 8 മണിക്ക് മൗലിദ് പാരായണത്തെ തുടർന്ന് 11 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണവും ഉണ്ടായി. വടക്കേക്കാട് അഡീഷണൽ SI C നൌഫൽ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. CPO എൽസ പോൾ പങ്കെടുത്തു. റിഫ റാത്തീബിന് കൗക്കാനപ്പെട്ടി ഉസ്താദ് MKM മുത്തു നേതൃത്വം നൽകി. തുടർച്ചയായി 9ാം വർഷമാണ് മുടക്കം കൂടാതെ പെൺകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റിഫ റാത്തീബ് നടക്കുന്നത്. സഹോദര സമുദായ അംഗമായ സുരേഷ് ബാബുവാണ് നടത്തിപ്പ് ചുമതല വഹിക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രദേശത്തെ 750-ൽ പരം വീടുകളിലേക്ക് നേർച്ചച്ചോറിന്റെ ഭാഗമായി എല്ലാ വർഷവും നെയ്ച്ചോർ വിതരണം ചെയ്യാറുണ്ട്. പെൺകൂട്ടായ്മ റാത്തീബ് കമ്മിറ്റി പ്രസിഡന്റ് ഫാത്തിമ മടത്തിപ്പറമ്പിൽ, സെക്രട്ടറി E നസീമ, ട്രഷറർ E സുലൈഖ, K റംല തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളിയിൽ തീപിടുത്തം. എളവള്ളി പഞ്ചായത്ത് മിനി ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് സമീപത്തുള്ള പാടത്താണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. കുറ്റിക്കാട് പാടശേഖരത്തിൽ പാണ്ഡ്യത്ത് രാജന്റെ ഉടമസ്ഥതയിൽ പാടശേഖരത്തിലുള്ള ഭൂമിയിലാണ് രാത്രി 9 മണിയോടെ അഗ്നിബാധ ഉണ്ടായത്. നിമിഷ നേരം കൊണ്ട് ആളിപ്പടർന്ന തീ അണയ്ക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് ഗുരുവായൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ അണച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് കൂടുതൽ മേഖലയിലേക്ക് പടർന്നതിന് മുൻപായി തീ അണച്ചതിനാൽ വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും ചേർന്ന് സംഘടിപ്പിച്ച വിഷു ആഘോഷങ്ങൾ വർണ്ണാഭമായി. വിഷുദിനത്തിൽ രാവിലെ 9 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനവും തുടർന്ന് ഉഷപൂജയും വിഷുക്കണിയും വിഷു കൈനീട്ടവും പ്രത്യേക പൂജകളും ഉച്ചപൂജയും നടത്തി 12:30-ക്ക് നട അടച്ചു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറന്ന് മഹാസുദർശന പൂജ, പ്രദോഷ പൂജ എന്നിവയോടൊപ്പം അരുൺ കൈമളും വിഘ്നേഷ് നാഗരാജനും നയിച്ച വൃന്ദാവൻസ് ഭജൻസ് UK-യുടെ ഭക്തിഗാനമേള, ചിത്രലക്ഷ്മി നേതൃത്വം നൽകിയ ദക്ഷിണ UK അവതരിപ്പിച്ച നൃത്യ കലാവിരുന്ന് എന്നിവയ്ക്കൊപ്പം ദീപാരാധനയും 8 മണിക്ക് അത്താഴ പൂജയും നടന്നു. പൂജകൾക്ക് അഭിജിത്ത്, താഴൂർമന, ഹരിനാരായണൻ, നമ്പടീശ്വർ എന്നിവർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. വെള്ളിയോട്ടിലും അദ്രിത് വാസുദേവൻ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സാംസ്കാരിക കലാവിരുന്നിന് അനൂപും മൃദുലയും ചിത്രലക്ഷ്മിയും ചേർന്ന് വിളക്ക് തെളിയിച്ചു. വിഷു സദ്യയ്ക്ക് കെന്റ് ഹിന്ദു സമാജത്തിലെ വനിതകൾ നേതൃത്വം നൽകി. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡലും ഫൈറ്റ് വിഭാഗത്തിൽ വെങ്കല മെഡലും സ്വന്തമാക്കിയ ഒരുമനിയൂർ സ്വദേശി നബ്ഷാൻ റഷീദിന് ഒരുമനിയൂർ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരണം നൽകി. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷറ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീർ രായമരക്കാർ, ഹഫ്സത്ത് അഷ്റഫ്, മെമ്പർമാരായ ആരിഫ സുബേർ, VC ധനേഷ് എന്നിവരും നിഷാദ് മാളിയക്കൽ എന്നിവരും പങ്കെടുത്തു. ഏപ്രിൽ 11-12 തീയതികളിലായി ശ്രീലങ്കയിൽ നടന്നു വന്ന സൗത്ത് ഏഷ്യൻ ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് നബ്ഹാൻ ഉൾപ്പെട്ട തൃശൂരിൽ നിന്നുള്ള കായിക താരങ്ങൾ മെഡലുകൾ വാരിക്കൂട്ടിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,260 രൂപ, സ്വർണം പവന് 1,14,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചർമ്മം വെസ്റ്റ് മങ്ങാട് മടത്തിലത്ത് കൊച്ചുകുട്ടിയമ്മ മകൻ രാധാകൃഷ്ണൻ നായർ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ദേവിയാണ് ഭാര്യ. ദിവ്യ, ധന്യ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച കാലത്ത് 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ അകലാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കാട്ടിലപ്പള്ളി മഹളറയ്ക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. തൊഴിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാൾ ആഘോഷം ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.